തൊഴിലാളികൾ പറയുന്നത് നിങ്ങൾ ചുമട്ടിറക്കാൻ അവരെ അനുവദിക്കുന്നില്ല, അവരെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണ് അവസ്ഥ? ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ഒരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിന്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല. ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. ആ തെറ്റാണ് ഞങ്ങൾ തെറ്റ് ചെയ്തത്. കാരണം ഇത് എടുത്ത അന്ന് ഫസ്റ്റ് കണ്ടെയ്നർ വന്ന് തുടങ്ങിയപ്പോൾ പ്രശ്നമാണ്. ഞങ്ങൾ ഇവരെല്ലാവരും കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ, ഇതെല്ലാം ആ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഫോർക്ക് ലിഫ്റ്റ് വഴി വന്നു സാധനം. അതേപോലെ പാരറ്റൈസസ് നമ്മൾ കുറെ പല രാജ്യങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. കാരണം നമ്മുടെ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ഹാൻഡ് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് പെരിഷബിൾ ആണ്. ഞങ്ങൾ ഈ തൊഴിലാളികൾക്കെതിരല്ല. തൊഴിലാളികൾ ഞങ്ങളുടെ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ട്. 160 പേര് കുടുംബങ്ങൾ ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കുടുംബം മുട്ട് എന്തിട്ട് കാര്യമുണ്ടോ? ആർക്കും എതിരല്ല, ഞങ്ങൾ ആർക്കും എതിരല്ല. പക്ഷെ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത് വെക്കുക, പിന്നെ അതിൽ വന്നിട്ട് അതിൽ ബഹളം വെക്കാൻ പറഞ്ഞ കാര്യമില്ല. പലതവണ ഇടയ്ക്കിടയ്ക്ക് വരും ബഹളം വെക്കും. കോട്ട ഓർഡർ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല. ഞങ്ങളെതിരല്ല. എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്? എനിക്ക് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു സപ്പോർട്ട് എന്നെ പോലെ ഒരു സാധാരണക്കാരന് വേണം. താങ്കളുടെ സ്ഥാപനത്തിൽ ഈ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലികളൊന്നുമില്ല. തൊഴിലാളികൾ നമുക്ക് എല്ലാത്തിനും ഓട്ടോമേഷൻ ആണ്. നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. ഞങ്ങളെല്ലാം ഫോർക്ക് ലിഫ്റ്റ് ആണ്. അതുപോലെ കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. നമുക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി, അതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഹെൽപ്പ് വേണം. സാധാരണക്കാരനെ എന്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ ഇടപെട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാ നേതാക്കളോടും രാഷ്ട്രീയ ഭേദം നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അല്ലാതെ എന്ത് ചെയ്യും സുഹൃത്തെ? ഞാനിവിടെ മുംബൈയിൽ ചെയ്യുന്നു. എന്റെ ബിസിനസിന് 80% കമ്പനിയെ ഞാൻ ഇങ്ങോട്ട് അവിടെ കൊണ്ടുവരുന്നു. എന്റെ നാട്, എന്റെ സ്ഥലം. എനിക്കൊരു ആഗ്രഹമില്ല ഇവിടെ ഒരു ഓഫീസ് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്നുള്ളത്. ഇവിടെ വന്നു ചെയ്തു. അത് കണ്ടിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കോ. ഞങ്ങൾ ഒന്നിനെതിരാന്ന് എത്രയായി പറയണു. ഇത് കണ്ടിട്ട് ആർക്ക് വരെ അവിടുത്തെ സംബന്ധം നടക്കുന്നുള്ളത്. ബാംഗ്ലൂർ ചെയ്യുന്നു, ചെന്നൈ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഒരു കേരളീയൻ അല്ലാത്ത ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഇത്തിരി സപ്പോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരായിട്ട് ചർച്ചയ്ക്ക് നിൽക്കില്ല. ഞങ്ങൾ കോട്ടോടാണ് ഇവർ ഓരോന്ന്. ഇപ്പൊ ഇന്ന് കൊടുത്ത സംഭവമാണ്, പുതിയൊരു കേസാണ്. ലക്ഷോർ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഉറങ്ങാൻ പറ്റണില്ല ഈ ഒരു സ്ഥാപനം കാരണം. അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ട അടുത്ത ഒരു, അതായത് ഇവർ ശരിയാണ്, ഇവർ പറയുന്നിടത്ത് നടക്കുള്ളൂ. മുതലാളിമാരൊന്നും ഇപ്പൊ മുതലാളിമാരുടെ അവസ്ഥ ആർക്കാതിരിക്കാൻ വേണ്ടി എത്ര വലിയ ശബ്ദമല്ലോ. അത് നിങ്ങളകത്തുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇനി ബഹിരാകാശത്തോട്ട് പോകുമ്പോഴത്തേക്ക് റോക്കറ്റ് ഒന്നും വേണ്ട, നമ്മൾ തലേ ചുവന്നുണ്ടാക്കി തരാമെന്ന് പറയും. ആ അവസ്ഥയിലെത്തും. ഞാൻ സർക്കസ്റ്റിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ മെഷീൻസ് ശരിക്കും മനുഷ്യർ റീപ്ലേസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലിറ്ററസി ഡസ് നോട്ട് ബ്രിങ് വിസ്ഡം.